or chat, come take a bite. Flavor and fun every day and night. Stories that simmer, laughter that's real. Family moments, every meal's a feel. Chat with love's on the plate. Serving flavor and fun, you just can't wait. Flavor Pod, family, and every bite. ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ ചാറ്റോ ചാറ്റ്. ഇൻഡിപെൻഡൻസ് വീക്ക് സ്പെഷ്യൽ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു കശ്മീരി ഡിഷാണ്. ഇത് കശ്മീരി ചിക്കൻ മസാല കറിയാണ്. ഇത് വളരെ സ്പെഷ്യലാണ്. എരിവ് വളരെ കുറവും എന്നാൽ വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യണം. കശ്മീരി ചിക്കൻ കറിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് പിന്നെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. കുറച്ച് ഉപ്പും പിന്നെ ഒരു 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഈ കറിയിൽ നമ്മൾ കശ്മീരി മുളക് പൊടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അല്ലാത്ത മുളക് പൊടി എരിവുള്ള മുളക് പൊടി നമ്മളിവിടെ യൂസ് ചെയ്യുന്നതേ ഇല്ല. അപ്പം നമുക്ക് ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്ത് എടുക്കാം. ചിക്കൻ ഞാൻ ഏകദേശം ഒന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളി കുക്ക് ചെയ്യേണ്ട, ഒരു 70 to 80% കുക്ക് ചെയ്തെടുക്കുക. ഇനി ആ എണ്ണയിൽ തന്നെ ഞാനൊരു 1 കപ്പ് ചോപ്ഡ് ഒണിയൻ ഞാൻ ഇടുന്നുണ്ട്. വളരെ ചെറുതായിട്ട് അരിഞ്ഞ സവാളയാണ്. അപ്പോൾ അതേ എണ്ണയിൽ ചിക്കൻ വറുത്ത അതേ എണ്ണയിൽ വഴറ്റിയെടുക്കുക. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളറിലാവുന്നത് വരെ അത് സോട്ട് ചെയ്തുകൊണ്ട് ഇരിക്കാം. അപ്പോൾ ഈ കറി നമുക്ക് ഒരുപാട് സമയമെടുത്ത് സ്ലോ കുക്ക് ചെയ്തെടുത്താലേ ഇതിൻ്റെ എക്സാക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഗോൾഡൻ ബ്രൗൺ ആയതിന് ശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഇത് സോട്ട് ചെയ്ത് നല്ല ഒരു ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ സോട്ട് ചെയ്ത് എടുക്കണം. ഈ ഒരു ഗ്രേവി, കശ്മീരി ചിക്കൻ കറിയുടെ ഗ്രേവി നല്ല ക്രീമി ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതുക്കെ സമയമെടുത്ത് സ്ലോ കുക്ക് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് സോട്ട് ചെയ്ത് കൊടുത്ത് നമ്മളിത് കുക്ക് ചെയ്തെടുക്കണം. എന്നാലേ ആ ഒരു പരുവം നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പം നമ്മളുടെ ഉള്ളിയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ചെറിയ തക്കാളി അരച്ച് അതിൻ്റെ പ്യൂരിയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കുന്നത്. അതും ഇതിൻ്റെ അകത്തേക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഒഴിച്ച ആ പ്യൂരി നന്നായിട്ട് കുക്കായി ആ ഉള്ളിയുടെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്നതിന് ശേഷം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മളുടെ മസാലപ്പൊടികൾ ഇതിൻ്റെ അകത്തേക്ക് പതുക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1.5 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി. ശ്രദ്ധിക്കുക, എരിവുള്ള മുളക് പൊടി നമ്മളിതിൽ യൂസ് ചെയ്യുന്നതേ ഇല്ല, കശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത്രയിട്ട് നന്നായിട്ട് സോട്ട് ചെയ്ത് കൊടുക്കുക. ആ മസാല സവാളയുടെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ഇച്ചിരി ചെറു ചൂടുവെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി കുക്ക് ചെയ്ത് എടുക്കാം. നോർമലി ഈ നോർത്ത് ഇന്ത്യൻ ഡിഷസിനൊക്കെ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് കടുകെണ്ണയാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ, അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് യൂസ് ചെയ്യുക. അതാണ് ഒതൻറ്റിക് ടേസ്റ്റ് തരുന്നത്. അപ്പോൾ നമ്മളുടെ മസാല അത്യാവശ്യം നന്നായിട്ട് ഞാൻ വഴറ്റി എടുത്ത് ഈ ഒരു പരുവായിട്ടുണ്ട്. നല്ല ഡ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ സമയത്ത് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ കട്ടത്തൈര്, പുളി കുറഞ്ഞ കട്ടത്തൈര് ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ആ മസാലയുടെ കൂടെ മിക്സ് ചെയ്ത് ആ ഒരു വെള്ളമയം മാറുന്നത് വരെ ഇട്ട് സോട്ട് ചെയ്യണം. ഇത് ആ തൈര് അത്യാവശ്യം നന്നായിട്ട് നമ്മൾ മസാലയുടെ കൂടെയൊക്കെ നന്നായിട്ട് ചേർന്നെങ്കിൽ അതിന് ശേഷം അതിൽ ഒരു ഇച്ചിരി ചെറു ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് നേരം കൂടെ നമ്മളിത് കുക്ക് ചെയ്ത് എടുക്കണം. ഇതിനി
നന്നായിട്ട് വഴറ്റി ഈ വെള്ളം വറ്റി ആ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ അതുവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ട് ഇരിക്കാം. ഈ മസാല നന്നായിട്ട് വഴറ്റിയെടുത്ത് അതിൻ്റെ വെള്ളമയമൊക്കെ വറ്റി വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ എണ്ണ നന്നായിട്ട് പുറത്ത് തെളിഞ്ഞു തുടങ്ങും. ആ സമയം ആകുമ്പം ഈ കശ്മീരി ചിക്കൻ കറിയുടെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് തന്നെ പറയാം. അതായത് ഇതിൻ്റെ ടേസ്റ്റിനെ തീരുമാനിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ്. നമ്മൾ വേറെ ചിക്കൻ കറിയിലൊന്നും നമ്മളിത് കണ്ടിട്ടുണ്ടാവത്തില്ല. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഒരു 1/2 കപ്പ് പാല്, പശുവും പാല് ഇതിൻ്റെ അകത്ത് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പാല് ഇതിന് നല്ല രീതിക്ക് വേറൊരു ടേസ്റ്റ്, അതിന് ആ ക്രീമി ടെക്സ്ചറും ടേസ്റ്റും കൊടുക്കും. അപ്പോൾ ഇതൊന്ന് നല്ല ബോയിലാവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ബോയിലായി ഈ ഒരു പരുവായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ ഇതിനകത്ത് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ഇതിൻ്റെ അകത്ത് ഈ ഗ്രേവിയിൽ ഈ ചിക്കൻ കിടന്ന് വേവണം. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യുക. ഈ 10 മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അടച്ച് വെച്ച്, ഒരടപ്പ് വെച്ച് അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കാം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മളുടെ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ഈ സമയത്ത് ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതവിടെ അടച്ച് ക്ലോസ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. ഈ ചിക്കൻ കറിയുടെ ഗ്രേവിയുടെ ആ ഒരു ടെക്സ്ചർ ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ അതുവരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളുടെ കശ്മീരി ചിക്കൻ കറി ഇവിടെ റെഡിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കിത് ടോട്ടലി ഒത്തൻറ്റിക് ആയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ യൂസ് ചെയ്യുന്ന ഓയിൽ മസ്റ്റേർഡ് ഓയിൽ യൂസ് ചെയ്യാം. ഞാനിവിടെ നോർമൽ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത്. എനിക്ക് മസ്റ്റേർഡ് ഓയിലിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമല്ല. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ കശ്മീരി ചിക്കൻ കറി ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ.